തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തിയതിനു ശേഷം കോർപ്പറേഷൻ ഭരണം BJPയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവിടെ ആരാകും ഈ പറയുന്ന തരത്തിലെ മേയർ ആവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പലതരത്തിലുണ്ടായിരുന്നു, പലതരത്തിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്തിമ തീരുമാനമായിട്ട് മേയറായിട്ട് VV രാജേഷും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥും വരികയാണ് ഉണ്ടായത്. ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് ശ്രീലേഖ മേയറാകുമോ എന്നതിനെ കുറിച്ച്. പക്ഷെ ശ്രീലേഖ മേയറായില്ല. അതിനുശേഷം വന്ന ചില വാർത്തകളൊക്കെ തന്നെ, അതായത് ഈ പറയുന്ന തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങൾ പലതരത്തിൽ പടച്ചുവിടുന്ന തരത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അത് വളച്ചൊടിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ തന്നെ പലതരത്തിൽ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെ ആ ഒരു അതൃപ്തി പ്രകടമാക്കി എന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള വാർത്തകൾ നമ്മൾ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീലേഖയ്ക്ക് ഈ പറയുന്ന തരത്തിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു അർഹതപ്പെട്ട ഒരു സീറ്റ് നൽകുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തുമെന്നുള്ളത്, അതായത് വിജയസാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് ഒരു സീറ്റ് നൽകുമെന്നുള്ളത്, അതും നേമത്ത് ശ്രീലേഖയെ നിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നീക്കവും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ എത്രമാത്രം ശരിയാണ്? ഇതൊക്കെ പലതരത്തിലുമുള്ള മാധ്യമ സൃഷ്ടിയാണോ, അതല്ല ഇത് ഇനി സത്യമാകാൻ പോകുന്ന കാര്യമാണോ? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശ്രീലേഖയുടെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത്, അത് നേമത്ത് നമുക്കറിയാം, നേരത്തെ തന്നെ ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ അവിടെ നിൽക്കുന്നു എന്നുള്ള തരത്തിൽ. അപ്പോൾ ചന്ദ്രശേഖറിന് പകരം ഇനിയിപ്പോൾ ശ്രീലേഖയെ അവിടെ നിർത്തുമോ എന്നുള്ള ചോദ്യം മറുവശത്തുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീലേഖ നേമത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ വട്ടിയൂർക്കാവിലായിരിക്കാം ഏറ്റവും കൂടുതൽ നിൽക്കാനായിട്ടുള്ള സാധ്യത. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയ്ക്ക് ഒരു സീറ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അത് മിക്കവാറും വട്ടിയൂർക്കാവിലാവാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ നിൽക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ നേമത്തെ പോലെ തന്നെ വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വട്ടിയൂർക്കാവ്. അവിടെ മിക്കവാറും ശ്രീലേഖയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രീലേഖയെ പോലൊരു വ്യക്തിയെ തണുപ്പിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അതെന്തായാലും BJPയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെതായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതും വാസ്തവമാണ്. പക്ഷെ മാധ്യമങ്ങൾ പലതരത്തിൽ പലതും പറയുന്നുണ്ട് എന്നുള്ളത് മറുവശത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ശ്രീലേഖ അഭിനന്ദന പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ VV രാജേഷിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറിനെ കുറിച്ചോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള കുത്തിത്തിരിപ്പൻ വാർത്തകളൊക്കെ തന്നെയും ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് VV രാജേഷും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥും നേരിട്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ശ്രീലേഖയെ പോയി നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വസതി ഒരു സൗഹൃദ സംഭാഷണവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ശ്രീലേഖ വിഷയം ഇപ്പോൾ മാധ്യമങ്ങൾ വളരെ വലിയ തോതിൽ പൊക്കിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ യാതൊരുവിധ കാര്യവും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ശ്രീലേഖയെ പോലെ ഒരാൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ BJPയിൽ തന്നെ നിലനിൽക്കാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ BJPക്ക് അറിയാം എന്ത് സ്ഥാനം അവർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച്. എന്തായാലും മേയറായിട്ട് ശ്രീലേഖയെക്കാട്ടിലും VV രാജേഷ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടും യോജിച്ച ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ BJPയുടെ ആ ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അതുപോലെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടി തന്നെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് തലങ്ങും വിലങ്ങും അരച്ചു കുടിച്ച ഒരു വ്യക്തി തന്നെ ആ പൊസിഷനിൽ ഇരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ BJP എടുത്ത തീരുമാനം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ശ്രീലേഖയ്ക്ക് ഇനിയും ടൈമുണ്ട്. അത് ഈ പറയുന്ന തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും BJP കൊടുത്തിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിൽ ഈ പറയുന്ന തരത്തിൽ ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സീറ്റ് അത് നേമം, അതേപോലെ തന്നെ വട്ടിയൂർക്കാവ്. അതിൽ വട്ടിയൂർക്കാവ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഈ പറയുന്ന ശ്രീലേഖയ്ക്ക് മത്സരിക്കാനായിട്ട് BJP നൽകുന്ന ഒരു അവസരം എന്ന് പറയുന്നത്.